ചർമ്മം തിളങ്ങാനും ചർമ്മരോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അസ്കിതകൾ ഇത് ശരിയാവാനായിട്ട് എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കുക, ഏത് കഷായമാണ് ഏറ്റവും നല്ലത്, ഏത് തൈലമാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് ഒരു നിരം മരുന്നുകളുണ്ട്. സാധാരണ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള മരുന്നുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പടോല മൂലാദി കഷായം, പടോലാദി കഷായം, മഹാതിക്തം കഷായം, മഞ്ചിഷ്ടാദി കഷായം, മഹാമഞ്ചിഷ്ടാദി കഷായം, നിംബാദി കഷായം, നിശോത്തമാദി കഷായം, കൈശോരൂകുലു ഗുളിയ, ദൂഷ്യവിഷാരി ഗുളിയ, അഭയാരിഷ്ടം, നിംബാമൃതാസവും, നിംബാദ്യരിഷ്ടം, നാൽപ്പാമരാതി വെളിച്ചെണ്ണ, ദുർവാദി വെളിച്ചെണ്ണ, ദിനേശവല്യാദി വെളിച്ചെണ്ണ, പടോല രസം, അവിപത്തി ചൂർണം, ഹൃദയവിരേചനം, ത്രിവൃത്തി ലേഹം, മാണിഭദ്രൻ ലേഹ്യം, പിണ്ടതൈലം ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇതിലിപ്പോ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ പെട്ടു. അതായത് നിങ്ങളോടിപ്പോ മുളക് പൊടിയാണോ, മല്ലിപ്പൊടിയാണോ, മഞ്ഞൾപ്പൊടിയാണോ, ഏതാണ് കറി വെക്കാൻ നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി വരില്ലേ? വെജിറ്റേറിയൻ ആണോ, നോൺ വെജിറ്റേറിയൻ ആണോ, കണ്ണൂക്കാരനാണോ, മഞ്ചേരിക്കാരനാണോ, തിരുവനന്തപുരംകാരനാണോ, പാലക്കാരനാണോ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് കറിയാ വെക്കേണ്ടതും അത് വെക്കാനായിട്ട് ഇതിൽ ഏതൊക്കെ ഏത് അളവില് എപ്പോ ചേർക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ മരുന്നുകളുടെ ലിസ്റ്റ്. നമുക്ക് ത്വക്ക് രോഗത്തിനുള്ള കഷായം, ത്വക്ക് രോഗത്തിനുള്ള തൈലം എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല, പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം ഒരുപാട് സംഗതികൾ, പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സയാകുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വാതദോഷം, പിത്തദോഷം, കഫദോഷം ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇത് മൂന്നും കൊണ്ടാണല്ലോ ഓരോ ശരീരപ്രകൃതിയും ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എല്ലാവരിലും ഒരേ അനുപാതമായിരിക്കില്ല. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ജോലി സാഹചര്യങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ, നിങ്ങളുടെ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥകൾ, ഓക്കെ, ഇത്രയും സംഗതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ദോഷസ്ഥിതി മനസ്സിലാക്കാൻ. അതായത് ഈ വാദപിത്ത കഫദോഷങ്ങളിൽ ഏതൊക്കെ എന്തുമാത്രം കോപിച്ചിരിക്കുന്നു, വർദ്ധിച്ചിരിക്കുന്നു, എന്ത് കാരണമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഈ പ്രത്യേക രോഗാവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ ക്ലിയർ ചെയ്യുന്നതിന്, അതിനെ നിർഹരിക്കുന്നതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും, നിങ്ങളുടെ ദേഹപ്രകൃതിക്കും ദോഷപ്രകൃതിക്കും അനുയോജ്യമായ ഭക്ഷണ രീതികളും ജീവിത രീതികളും നിശ്ചയിക്കണം. എന്നിട്ട് അതിന് അനുയോജ്യമായ കഷായങ്ങള്, അരിഷ്ടങ്ങള്, ചൂർണങ്ങള്, ലേഹ്യങ്ങള്, ഉള്ളിലേക്ക് കഴിക്കാനായിട്ടുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ പുറമേക്കുള്ള തൈലയോഗങ്ങൾ ഒക്കെ നിശ്ചയിക്കണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ഒരു ക്വാളിഫൈഡ് ആയുർവേദ ഡോക്ടർക്ക് ചികിത്സ നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് വേണം ഒരു ചികിത്സാ പദ്ധതി പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചർമ്മം തിളങ്ങാൻ ഒരു കഷായം, ചർമ്മം തിളങ്ങാൻ ഒരു തൈലം പറയൂന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, ഒപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, കാലാവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, പാരമ്പര്യ ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പല ത്വക്ക് രോഗങ്ങളും പാരമ്പര്യമായിട്ട് സംഭവിക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾ തെറ്റായ ഭക്ഷണ രീതിയും ജീവിത രീതിയും അനുവർത്തിച്ചു വന്നുകൊണ്ട് വന്നതായിരിക്കാം. വർഷങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ദുഷിച്ച പദാർത്ഥങ്ങൾ രക്തദൂഷ്യമായിട്ട് നിങ്ങളുടെ ത്വക്കിലൂടെ പുറമേക്ക് പ്രവഹിക്കുന്നതാണ് ഈ ത്വക്ക് രോഗം. ഓക്കെ, അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ സപ്രസ് ചെയ്യുന്ന രീതിയിൽ, അതിനെ ഉള്ളിലേക്ക് വലിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകളെല്ലാം പ്രത്യേകിച്ച് ആയുർവേദത്തിൽ കൊടുക്കുക. ഏത് രോഗാവസ്ഥയാണെങ്കിലും ആ ദോഷത്തെ നിർഹരിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ കാലമായിട്ട് ഈ രോഗാവസ്ഥ അനുഭവിക്കുന്നു, അത് ത്വക്കിലേക്ക് ഉള്ളിലേക്ക് വലിച്ചമർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആയുർവേദ മരുന്ന് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അതിനെ ക്ലെൻസ് ചെയ്യാണ്, പുറമേക്ക് കളയാണ്. അപ്പോൾ അതുകൊണ്ട് ആരംഭഘട്ടത്തിൽ ചിലപ്പോൾ ആ തൊലിപ്പുറമേക്ക് ചൊറിച്ചിലോ കുരുക്കളോ പൊട്ടി ഒലിച്ചു വരലോ ഒക്കെ കൂടിയെന്ന് വരാം, കൂടുതലായിട്ട് കാണാം. ഓക്കെ, പക്ഷെ അത് ക്രമേണ അത് ക്ലിയർ ആകുമ്പോൾ തനിയെ അത് ശരിയായി വരും. ഓരോ സ്റ്റേജ് അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ലക്ഷണങ്ങളിൽ മാറ്റം വരുന്നതിനനുസരിച്ച്, ചൊറിച്ചിലാണോ, കുരുക്കളാണോ, തടിപ്പാണോ, കറുത്ത നിറാണോ, ചുവപ്പ് നിറാണോ, പസ് ഫോർമേഷൻ ആണോ, ക്ലിയർ ഫ്ലൂയിഡ് ആണോ, ബ്ലഡ് ആണോ, ചൊറിഞ്ഞ് പൊടിപൊടിയായിട്ട് വരുന്നുണ്ടോ, ഡ്രൈ സ്കിൻ ആണോ, റെഡിഷ് പാച്ച് ആണോ, ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ആണോ, ഫംഗൽ ഇൻഫെക്ഷൻ ആണോ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ അറിഞ്ഞുകൊണ്ട് വേണം ഇതിൽ ഏതേത് മരുന്നുകളാണ് എപ്പോ ഉപയോഗിക്കേണ്ടതെന്ന് നിശ്ചയിക്കാനായിട്ട്. അത് ഒരേ മരുന്നുകൾ തന്നെ ആ രോഗാവസ്ഥ മാറുന്നത് വരെ ഉപയോഗിക്കാനും സാധിക്കില്ല. ആദ്യഘട്ടത്തിൽ അത് ക്ലിയർ ചെയ്യുന്നതിന്, ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടതായ മരുന്നുകളായിരിക്കും കൊടുക്കുക. പിന്നീട് അതിനെ റിജുവിനേറ്റ് ചെയ്യുന്നതിന്, നിങ്ങളുടെ ആ ചർമ്മങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന്, ആ നശിച്ചു പോയിട്ടുള്ള ടിഷ്യൂസിനെയൊക്കെ റീബിൽഡ് ചെയ്യുന്നതിന് സഹായകരമായ, അതുപോലെ തന്നെ രക്തശുദ്ധി വരുത്തുന്നതിന് സഹായകരമായ ഔഷധങ്ങൾ വേണം. ഒപ്പം തന്നെ ഭക്ഷണ രീതികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എന്തെന്ത് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച്, മറ്റൊരാൾക്ക് അത് അനുയോജ്യമായിരിക്കാം. നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത ഭക്ഷണം വളരെ കാലം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ഉണ്ടായിട്ടുള്ള ദുഷ്ടി ക്ലിയർ ചെയ്യാനായിട്ട് സമയമെടുക്കും. ചിലപ്പോ 3 or 6 മാസങ്ങൾ വേണ്ടി വരാം, ചിലപ്പോൾ വർഷം തന്നെ വേണ്ടി വരാം. ഓക്കെ, അപ്പൊ അതിനിടയിൽ ഋതുസന്ധികൾ, കാലാവസ്ഥയിൽ മാറ്റം വരും. ആ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും മാറ്റം വരും. അതിനനുസരിച്ചും ഔഷധങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഗതികളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വേണം ആയുർവേദ ചികിത്സ. രക്തശുദ്ധി വരുത്തുന്നു, നിങ്ങളുടെ ശരീരത്തെ മൊത്തമായിട്ട് ക്ലെൻസ് ചെയ്യുന്നു, അതിന് സമയമെടുക്കും. അതുവഴി നമുക്ക് നല്ല തിളക്കമുള്ള ആരോഗ്യപൂർണമായ ഒരു ചർമ്മം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അതിന് സമയം, കൃത്യതയോടുകൂടിയ ഔഷധ സേവ, അതുപോലെ നിങ്ങളുടെ രോഗാവസ്ഥ വർദ്ധിപ്പിക്കുന്ന തരം ആഹാരങ്ങളും ഭക്ഷണ രീതികളും ജീവിത രീതികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വരും. അങ്ങനെ നമുക്ക് നല്ല തിളക്കം മാറുന്ന ആരോഗ്യപൂർണമായ ഒരു ചർമ്മം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ തിടുക്കം കൂട്ടിയിട്ട് കാര്യമില്ല. ഇതുപോലെ രക്തശുദ്ധി വരുത്തേണ്ടതുണ്ട്. നിങ്ങൾക്കുണ്ടാവുന്ന മറ്റു പല പ്രശ്നങ്ങൾ, അതായത് ഇപ്പൊ ഫാറ്റി ലിവറോ, അതല്ലെങ്കിൽ അമിത മദ്യപാനം, അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഫൈൽസ്, ഇറഗുലർ സൈക്കിൾസ്, PCOD, മെനപ്പോസ്, അമിത ശരീരഭാരം, ഒബേസിറ്റി, പ്രമേഹം, മറ്റു പല മെഡിസിൻസിന്റെയും സൈഡ് എഫക്ട്സ്, അലർജീസ്, ഇത്തരം പല സംഗതികളും കൂടെ തിരിച്ചറിഞ്ഞ് ഏതേത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ മറ്റൊരാൾക്ക് ഇതേ രോഗം, ഇതേ പേരുള്ള രോഗാവസ്ഥ മറ്റു രീതിയിലായിരിക്കാം ബാധിച്ചിട്ടുണ്ടാവുക, വേറെ രീതിയിലായിരിക്കാം അവരുടെ ദോഷ
ദോഷസ്ഥിതിയും ദേഹപ്രകൃതിയും നിങ്ങൾക്കത് വ്യത്യസ്തമായിരിക്കാം. ഓരോ ഇൻഡിവിജ്വലും യൂണിക് ആണ്, വ്യത്യസ്തരാണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ഔഷധങ്ങളും ഭക്ഷണരീതികളും ജീവിത രീതികളും ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഒരു അരമണിക്കൂർ സമയം ഏകദേശം വേണ്ടിവരും ഓരോ പേഷ്യന്റിന്റെ അടുത്തും. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഓൺലൈനായിട്ടോ ഡയറക്റ്റോ കൺസൾട്ടേഷൻ എടുക്കാനായിട്ട് പറയുന്നത്. ഒന്നുകിൽ നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷനോ ഡയറക്റ്റ് കൺസൾട്ടേഷനോ ആവശ്യമുള്ളവർക്ക് വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിയും വേഗത്തിൽ ചികിത്സകൾ ആരംഭിക്കുക. ഭക്ഷണത്തിനും കാലാവസ്ഥയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. പാരമ്പര്യ ഘടകങ്ങൾക്ക് പോലും പ്രാധാന്യമുള്ള ഒരു രോഗാവസ്ഥയാണ്. എല്ലാ രോഗാവസ്ഥകളിലും അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളിൽ ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് വേണം ചികിത്സിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ തൈലങ്ങളോ ഈ പറഞ്ഞ കഷായങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒന്ന് പറ്റിയില്ലെങ്കിൽ അടുത്ത് പ്രയോഗിക്കുക, അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പ്രയോഗിക്കുക. അതല്ല ചികിത്സ. ആവർത്തിച്ച് പറയുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കുന്നുണ്ടാ. അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് കാണാനും എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വീഡിയോന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.